ഓക്കെ, ഇവിടെ സ്ത്രീകൾക്ക് നൽകുന്ന പരിഗണന പുരുഷന്മാർക്ക് നൽകുന്നില്ല. ഇപ്പൊ കിങ് ഓഫ് കൊത്തയുടെ ഇന്റർവ്യൂവിൽ ദുൽഖർ പറഞ്ഞിരുന്നു, ദുൽഖറിന് ഉണ്ടായ ഒരു മോശം അനുഭവം പറഞ്ഞിരുന്നു. ഒരു സ്ത്രീ ദുൽഖറിന്റെ പ്രൈവറ്റ് പാർട്സിൽ ടച്ച് ചെയ്തു എന്ന്. ഇതിനെതിരെ നവനീത് ലോയർബറോ എന്ന് പറഞ്ഞൊരു യൂട്യൂബർ റിയാക്ട് ചെയ്തു, ഇൻഫ്ലുവൻസർ. പുള്ളി പറഞ്ഞു, ഒരു സ്ത്രീ വന്ന് ഒരു പുരുഷനെ ആക്രമിച്ചു കഴിഞ്ഞാൽ, സെക്ഷുവലിയോ അല്ലാതെയോ ഹരാസ് ചെയ്ത് കഴിഞ്ഞാൽ പുരുഷന് സ്ത്രീക്കെതിരെ കേസ് കൊടുക്കാനുള്ള ഒരു നിയമം ഈ രാജ്യത്തില്ല എന്നാണ്. അത് നമ്മൾ പുരുഷന്മാർ ഇന്ത്യൻ പൗരന്മാരല്ല, നമ്മളെ തൊട്ട് കൊടുത്തു വാങ്ങിയതാണോ? ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും നേരിടും, ഒരു കുഴപ്പമില്ല. സ്ത്രീകൾക്ക് നൽകുന്ന തുല്യ പരിഗണന പുരുഷന്മാർക്ക് നൽകണം. പുരുഷന്മാരെ അവകാശങ്ങൾക്ക് വേണ്ടി മത്സരിച്ച ഒരാള് ഇപ്പൊ ജയിലില്ല, അറിഞ്ഞോ? രാഹുൽ ഈശ്വർ പുള്ളി സംസാരിച്ച്. അതുപോലെ സംസാരിക്കുന്നവർ ഈ സൊസൈറ്റിക്ക് മുമ്പിൽ വരട്ടെ. സ്ത്രീ അവകാശം പോലെ പുരുഷാവകാശത്തിന് ഇമ്പോർട്ടൻസ് വേണം. നമ്മൾ പുരുഷന്മാർ ഇന്ത്യൻ പൗരന്മാരാണെന്നുള്ളത് പൊതുജനം മനസ്സിലാക്കണം. പൊതുജനം കഴുതയല്ല. ഞാനാ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഒരു വർഷം ബ്രേക്ക് എടുത്തുക. പിന്നെ എനിക്ക് പ്ലസ് ടു പഠിക്കുന്ന ടൈമിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. പ്ലസ് ടു സെന്റ് ഓഫിന്റെ ടൈമിൽ ടീച്ചർ പറഞ്ഞു, സെന്റ് ഓഫിന് സ്കൂളുകളൊന്നും തല്ലി തകർക്കരുത്, വിദ്യാഭ്യാസ മന്ത്രിയുടെ സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ടെന്ന്. ഞാൻ തിരിച്ചു ചോദിച്ചു, വിദ്യാഭ്യാസ മന്ത്രിക്ക് ഇത് പറയാൻ എന്താണ് യോഗ്യത? അദ്ദേഹം ലെജിസ്ലേറ്റീവ് അസംബ്ലി കയറി നിന്നുകൊണ്ട് കാണിച്ചു കൂട്ടി നമ്മളെല്ലാതും കണ്ടതാണ്. പൊതുമുതൽ നശിപ്പിച്ചതാണ്. എന്നിട്ട് അദ്ദേഹം ഒന്ന് സ്റ്റുഡൻസിന്റെ അടുത്ത് നിങ്ങൾ പൊതുമുതൽ നശിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ സെക്ഷൻ 425 സെക്ഷൻ 427 പ്ലസ് PDPP ആക്ട് അദ്ദേഹം ചെയ്തത് ഒഫൻസാണ്. എന്നിട്ട് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കോടതി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർ കണ്ടശങ്കടവ് വള്ളംകളി കാണാൻ പോയേക്കുമായിരുന്നു. അങ്ങനത്തെ മന്ത്രി വന്ന് സ്റ്റുഡൻസിനോട് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളിൽ കേടുപാടുകൾ വരുത്തരുതെന്ന് പറഞ്ഞപ്പോൾ അതിന് ഞാൻ ചോദ്യം ചെയ്തു. എന്നോട് പാരന്റിനെ വിളിച്ചിട്ട് സ്കൂളിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞു. ഈ കേസിൽ പാരന്റിനെ വിളിക്കാൻ പറ്റൂല പറഞ്ഞു. ഉടനെ പറഞ്ഞു പോലീസിനെ അവർ വിളിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പോലീസിനെ വിളിച്ചോ, ഞാൻ മീഡിയനെ വിളിക്കാതെ. ആ കേസ് അങ്ങനെ ഒതുങ്ങി. ഇതുപോലെ കഷ്ടതകൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥി സമൂഹം നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ ഇവിടെ തിയേറ്ററിൽ വരുന്ന നല്ലൊരു ശതമാനം ആളുകളുണ്ട് ഈ മൈക്കും ഫോണും പിടിച്ചിട്ട്. നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്കൂളുകൾക്ക് മുമ്പിൽ പോകണം. വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന മാനസിക സാമൂഹിക സമ്മർദ്ദങ്ങളെ കുറിച്ച് പഠിക്കണം. വിദ്യാർത്ഥി സമൂഹത്തിന് ഇതിൽ നിന്നൊരു മോചനം വേണം.